1 തീമോഥെയോസ് 1-ാം 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിൽ ഒരു ലേഖനമാണല്ലോ തിമോഥെയോസിൻ്റെ ലേഖനം, 1-2 തിമോഥെയോ. അപ്പോൾ അതിനകത്ത് പറയും, ഞാൻ മുമ്പേ ചെയ്ത ഒത്തിരി പാവങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അറിവില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനത് ചെയ്തു പോയത്. അതുകൊണ്ട് എനിക്ക് കർത്താവ് കരുണ തന്നു. അപ്പോൾ അറിയാതെ ചെയ്യുന്ന പാവങ്ങൾ ദൈവം ക്ഷമിക്കും. എന്നാലേ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാവങ്ങളൊന്നും ദൈവം ക്ഷമിക്കത്തില്ലെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പൗലോസ് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. കാരണം ലൂക്കോസ് ആണല്ലോ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. അപ്പോൾ പൗലോസിനെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരുന്നു ലൂക്കോസ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസികളെ ഭയങ്കരമായി പീഡിപ്പിച്ച ആയിരുന്നല്ലോ പൗലോസ് എന്ന് പറഞ്ഞ ആൾ. പൗലോസ് അവർക്ക് അറിവില്ലാത്ത സമയത്ത്, അദ്ദേഹത്തിന് അറിവില്ലാത്ത സമയത്ത് അദ്ദേഹം അത് ചെയ്തു പോയി. പക്ഷേ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോഴും അദ്ദേഹം പറയുന്നു, ഞാനൊരു മാന്യതയുള്ളവനല്ല, എണ്ണുവാൻ കഴിയാതെ വണ്ണം പാപം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ, നിഷ്ഠൂരനായിരുന്നു, അതായത് പാതകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു എന്നൊക്കെ പൗലോസ് തന്നോട് തന്നെ പറയുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ പൗലോസ് പിന്നെയും ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്നാലും പൗലോസിൻ്റെ ഹൃദയത്തിലെ കുത്തുകൊള്ളുന്നത് കൊണ്ടാണ് പൗലോസ് ഇതിപ്പോഴും പറയുന്നത്. ലേഖനങ്ങളിൽ കൂടിയൊക്കെ അത് ഒത്തിരി അനാചാരങ്ങളും അന്ധവിശ്വാസവും ഒക്കെ ആ സഭയിൽ കടന്നു വന്നപ്പോഴാണ് പൗലോസ് ഇതുപോലെ മൂപ്പന്മാരെ ഉപദേശിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എഫേസ്യർ 3:8 എങ്കിലും താൻ ദൈവത്തെ സേവിക്കുകയാണെന്നും അവൻ പരമാർത്ഥമായി വിശ്വസിച്ചതിനാൽ ദൈവം അവനോട് ദയയും മഹാക്ഷമയും ദയം കാണിക്കുകയും അനുദപിക്കുവാനും ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കാനുള്ള അവസരം അവന് നൽകുകയും ചെയ്തെന്നൊക്കെയാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. പൗലോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പൗലോസ് അവന് ഇത് പറയേണ്ട ഒരാവശ്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ള മനുഷ്യനാണ്, ദൈവശബ്ദം കേട്ടയാളാണ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ മനുഷ്യനാണ്, ലേഖനങ്ങൾ എഴുതിയ ആളാണ്, 14 ലേഖനങ്ങൾ ടോട്ടൽ എഴുതിയ വ്യക്തിയാണ്. എന്നാലും പൗലോസ് ഇപ്പോഴും പൗലോസിനെ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, ഒരു മനോഭാവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സത്യത്തിൽ. അതുകൊണ്ട് ആ സത്യം അറിഞ്ഞതിൽ തന്നെ നിൽക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. താഴ്മയോടും വിനയത്തോടും ദൈവഭക്തിയോടും ദൈവകൃപയോടും നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്